നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുക. നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് ആട്ടിവിടുകയാണ്. പുല്ലേ, താൻ ആരാന്നാണ് ഈ ചോദിക്കുന്നത്? പച്ചത്തെറി, നമ്മളെ ടോമി സെബാസ്റ്റ്യന്റെ ഭാഷയെ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത്. താൻ ആരാ, താൻ ഏത് കോപ്പിലെ പ്രവാചകനാണേലും മേത്തുനിന്ന് കൈയെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാ പിന്നെ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞ് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെളിയിച്ച് കാണിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മിനിറ്റ്, ഇതില് പോ പുല്ലേ എന്നുള്ളതിന്റെ ഹദീസിലെ ടെക്സ്റ്റ് ഏതാ? നിങ്ങളത് കാണിക്കോ? മേതെന്ന് കൈയെടുക്കടാന്ന് പറഞ്ഞ തെളിവ് ഏതാ? കാണിക്കോ? അപ്പൊ സുഹൃത്തുക്കളെ, പച്ച നുണ അടിച്ച് കയറ്റുക. പണ്ടൊരുത്തന് കൈ ഇങ്ങനെ പിന്നെ ഡ്രസ്സിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ആകെ ഒടിഞ്ഞു തൂങ്ങിയ കയ്യുമായിട്ട് ഇങ്ങനെ എനിക്ക് വയ്യ എനിക്ക് പിന്നെ വയ്യ, പലതും സഹായിക്കണമെന്ന് പറഞ്ഞ് ബസ്സിൽ പോകുമ്പോൾ ഒരു ഡോക്ടർ കണ്ടു. ഇയാളെ മരത്തെ ഡോക്ടർ അല്ല, ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടർ കണ്ടു. അയാൾക്ക് ഭയങ്കര കാരുണ്യം തോന്നിയിട്ട് അയാൾ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നല്ലൊരു അസ്ഥിരോഗ വിദഗ്ധനാണ്, നിന്റെ കൈ ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എനിക്കത് ശരിയാക്കി തന്നാൽ പിന്നെ ഞാനെങ്ങനെ ജീവിക്കുക എന്ന് പറയുന്ന പോലെയാണ്. തെളിവ് എത്ര നമ്മൾ സമർത്ഥിച്ചാലും പൊതുവെ എങ്ങനെയാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നു. തെളിവ് തസവ്വജ, പ്രവാചകൻ കല്യാണം കഴിച്ചു എന്നുള്ള വേർഡ് ഉദ്ധരിച്ചെടുത്തു. ത്വല്ലഖ, പ്രവാചകൻ ത്വലാഖ് ചൊല്ലി എന്നുള്ള വേർഡ് ഉദ്ധരിച്ചെടുത്തു. 3-4 ഹദീസ് ഒന്ന് ഉദ്ധരിച്ചെടുത്തു. അതൊക്കെ കണ്ടിട്ട് പിന്നെയും ഇത് കളവുകൾ ചേർത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്.